എന്താ നിങ്ങൾ ഈ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾ എന്താ ഹീറോയാണോ, റോമിയോ ആണോ, അതോ ചാമിങ് ആണോ? ബിസിനസ് ഐക്കൺ ഓഫ് ദി ഇയർ ആണോ? ഞാനും ഇതിലൊന്നും ഒട്ടും മോശമല്ല, അറിയാമോ? എനിക്കുണ്ട് നല്ലൊരു പേരും ഫെയിമും ഒക്കെ. സംശയം ഉണ്ടെങ്കിൽ ഒരു ദിവസം എന്റെ ഏരിയയിലേക്ക് വന്നിട്ട് ഒരു കൊച്ചു കുട്ടിയോടാണെങ്കിൽ പോലും എന്റെ പേരെന്ന് ചോദിക്കും. അവര് നിങ്ങളെ വിളിച്ച് നേരെ എന്റെ അടുത്തേക്ക് കൊണ്ടുവിടും. ചിലപ്പോ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നോണ്ട് എനിക്ക് മിസ് ചെയ്യുന്നതായിരിക്കും, അത്രേ ഉള്ളൂ. അതല്ലാതെ വേറെ ഒന്നുമില്ല. എന്ത് പറഞ്ഞാലും ഞാനേ എല്ലാവരുടെയും റൗഡി ബേബിയാ. കണ്ണുകൊണ്ട് സംസാരിച്ച ക്ലാസ് ആണ്, വാ കൊണ്ട് സംസാരിച്ച മാസാണ്. ഒരു പക്ഷെ അറിയാതെ എങ്ങനെ കൈയെടുത്തു കഴിഞ്ഞാ പിന്നെ തീർന്നു. എല്ലാവരും അവരുടെ സീറ്റിലേക്ക് ഇല്ലേ? അമൂല്യ, നീ എന്താ ചെയ്യുന്നേ? അതും വേദാന്തിന്റെ കോട്ട് വിട്ടോണ്ട്. അത് ചേട്ടാ ഒന്നുമില്ല. ഒറ്റയ്ക്ക് എന്തോ സംസാരിക്കായിരുന്നു മനസ്സിലായി, പക്ഷേ സംസാരിച്ചത് എന്താണെന്ന് മാത്രം കേട്ടില്ല. ആരും ഓക്കേ? ആ ചേട്ടാ, ഞാൻ വെറുതെ ചെയ്തതാ, ഒന്നുമില്ല, വിട്ടേക്ക്. സിദ്ധാർത്ഥ് സാർ, നിങ്ങളുടെ ഏരിയയിൽ ഇതിനെന്താ പറയാറ്? എന്താണെന്ന് ആർക്കറിയാം, എനിക്കറിയില്ല. ഞങ്ങളുടെ ഏരിയയിൽ ഇങ്ങനെ ചെയ്യുന്നതിന് പറയുന്നത് ലൗറിയ എന്നാ. എന്റെ അനിയത്തെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ജോലി ഞാൻ പിരിച്ചോളൂ. അവള് സ്വന്തം ഫോൺ പോലും എടുക്കാൻ മറന്നിട്ടാ പോയത്. വന്ന് വന്ന എല്ലാവർക്കും ഞാനൊരു കോമഡി പീസ് ആയിക്കൊണ്ടിരിക്കുക. എല്ലാവരും എവിടെ പോയി? ആരെയും കാണുന്നില്ലല്ലോ. ആ മോളെ അതിഥി, നീ പോയി ചേച്ചി തയ്യാറായെന്നോ നോക്കി. ഇപ്പൊ പൂജാരി വരും, അവരുടെ പുറകെ ബന്ധുക്കളും വരാൻ തുടങ്ങും. ചെല്ലു നീയെ, പെട്ടെന്ന് വാ. അടുക്കളയിലെ ജോലികളൊക്കെ നമുക്ക് നേരത്തെ തീർത്തു വെക്കാം. ബന്ധുക്കളൊക്കെ വന്നാൽ നമുക്ക് ഇരിക്കാൻ പോലും സമയം കിട്ടത്തില്ലെന്ന് കേട്ടോ. ശരി പ്രേമള ചേച്ചി, നിങ്ങളിങ്ങനെ ടെൻഷൻ ആവല്ലേ. ബന്ധുക്കളൊക്കെ വരുന്നതല്ലേ, പിന്നെന്തിനിങ്ങനെ ടെൻഷൻ? അയ്യോ, അങ്ങനെയൊന്നും അല്ല. ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളോട് മാത്രമേ ഉള്ളൂ. ഒന്നിനും ടെൻഷൻ ആവേണ്ട പ്രേമള ചേച്ചി, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ നോക്കിക്കോളാം. അടുത്ത വീട്ടുകാരാണെങ്കിൽ പോലും സ്വന്തം വീട്ടുകാരെ പോലെ നിങ്ങൾ എന്നോട് സ്നേഹത്തോട് സഹായിക്കുന്നില്ലേ? ഓ, ബന്ധുക്കളെല്ലാരും എത്തിയെന്ന് തോന്നുന്നു. നിങ്ങളെല്ലാരും അകത്തോട്ട് പോ, പെട്ടെന്നാട്ട് ചെല്ല് ചെല്ല്. അതെ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരുവോ? ഇവിടെ എല്ലാരും വന്നു. നമസ്കാരം, വരൂ വരൂ, എല്ലാരും വരൂ. നമസ്കാരം, എല്ലാരും അകത്തേക്ക് വരും. നിങ്ങൾ വരാറായാലോ എന്ന് ഇപ്പൊ മനസ്സിൽ വിചാരിച്ചുള്ളൂ, അപ്പോഴേക്കും വന്നു. കറക്റ്റ് സമയത്ത് ഇറങ്ങിയതുകൊണ്ടും ട്രാഫിക് കുറവായതുകൊണ്ടും കൃത്യസമയത്ത് തന്നെ എത്താൻ പറ്റി. കൊള്ളാലോ, അടുക്കളയിൽ നിന്ന് നല്ല മണം വരുന്നുണ്ടല്ലോ. എനിക്ക് ശരിക്കും വിശക്കുന്നുണ്ട് കേട്ടോ. എന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയെന്നൊന്ന് കാണട്ടെ. അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കിയില്ല. വരൂ വരൂ വരൂ. എന്താ എല്ലാരും നിൽക്കുന്നത്? അകത്തേക്ക് വരൂ, വരൂ, നമുക്ക് അവിടെ ഇരിക്കാം. വെറുതെ ഡ്രാമയുടെ ആവശ്യമൊന്നുമില്ല. ചുമ്മാ എന്റെ ഇമാജിനേഷനിൽ വന്ന് എന്നെ ടെൻഷൻ ആക്കാനൊന്നും നിൽക്കട്ടെ. ചേട്ടൻ നീയായിരുന്നോ? സോറി. നിനക്ക് എന്താ പറ്റിയത് അമൂല്യ? പ്രശ്നമൊന്നുമില്ലല്ലോ? ആ ചേട്ടാ,
പ്രശ്നമൊന്നുമില്ല, സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. കുറച്ച് ജോലിയുടെ സ്ട്രെസ് ഉണ്ട്, അല്ലാതെ വേറൊന്നുമില്ല. ഞാനിത് വിശ്വസിക്കണമെന്നാണോ? ഇതിൽ ഡൗട്ട് തോന്നേണ്ട കാര്യം എന്താ ചേട്ടാ? ആദ്യമൊക്കെ വേദാന്ത് നിനക്ക് ഒരുപാട് ടാസ്ക് തരുമായിരുന്നല്ലോ, ചാലഞ്ചസ് തരുമായിരുന്നല്ലോ. അപ്പോഴെല്ലാം ആ ടാസ്ക് ഒക്കെ ധൈര്യത്തോടെ നേരിട്ടിരുന്ന നീയാണോ? വർക്കൊന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് വർക്ക് പ്രഷർ എന്ന് പറയുന്നത്? അത് ചേട്ടാ, ഇതിനു മുമ്പേ കുറച്ച് ജോലി ബാക്കി വെച്ചിരുന്നില്ലേ, അതിന്റെ ടെൻഷനാ. അത് മാത്രല്ല, പഴയ കണക്കുകളൊന്നും മാച്ചാവുന്നില്ലായിരുന്നു, അതുകൊണ്ട്. അമൂല്യ, ഒരു മിനിറ്റ്. എന്റെ അടുത്തൊന്നും മറച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല. നീ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ശരി, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞാനും കുറച്ച് സമയത്തിനുള്ളിൽ എത്തിയേക്കാം. വീട്ടിൽ ചടങ്ങ് നടക്കുമ്പോഴും നീ ഇതുവരെ പോയില്ലല്ലോ. കുറച്ചു നേരം മുമ്പേ പോണെന്ന് ഓർത്തതാ. ബോസ് ഇവിടെ ഇല്ലാത്തോണ്ടാ ഞാൻ കുറച്ചു നേരം കൂടി. ബോസ് നാട്ടിലേ ഇല്ല. നീ ഇവിടെ ഉണ്ടായിട്ടും മനസ്സിവിടെ ഇല്ല. ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ചെയ്യുന്നുമില്ല. അതങ്ങനെയല്ല ചേട്ടാ. അങ്ങനെയാണെങ്കിൽ വേദാന്ത് ഡൽഹിയിൽ നിന്ന് വരുന്നത് വരെ നീ ഇവിടെ ജോലി ചെയ്യണോന്ന് വേദാന്ത് പണിഷ്മെന്റ് തരും. ഇതെന്തൊരു കഷ്ടാ. ഞാൻ കുറച്ചൊന്ന് സൈലന്റ് ആയി എന്ന് വിചാരിച്ച് എന്റെ ഇമേജിനെ ബാധിക്കുന്ന രീതിയിലാണല്ലോ നിങ്ങൾ പെരുമാറുന്നേ. എനിക്കൊരു പണിഷ്മെന്റ് ഒന്നും തരാൻ നോക്കണ്ട. ഇപ്പോഴാണ് നീ ശരിക്കും നീയായത്. ഞാൻ ശരിയായിട്ട് തന്നെ പെരുമാറുന്നേ. എന്നാലും എന്തോ ഒന്ന് നഷ്ടപ്പെടുന്ന പോലെ ഒരു ഫീൽ, അത്രേ ഉള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം. ബൈ. നിന്റെ ഫീലിങ്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിത് എത്ര കണ്ടതാ. ആരതി ചേച്ചി, നിന്നെ കാണാൻ ഇന്ന് എന്ത് ഭംഗിയാന്നറിയോ? എടി അഹങ്കാരി, നീയല്ല എപ്പോഴും പറയാറ് എത്ര റെഡി ആയാലും ചേച്ചി പഴഞ്ചനായിരിക്കുമെന്ന്. എന്നിട്ടാണോ ഇപ്പൊ എന്ത് ഭംഗിയാ കാണാൻ പറഞ്ഞോണ്ട് വരുന്നത്? എടി പൊട്ടിക്കളി, അപ്പോഴത്തെ കാര്യം അപ്പൊ പറഞ്ഞു, ഇപ്പോഴത്തെ കാര്യം ഇപ്പൊ പറഞ്ഞു. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഹായ് ചേട്ടാ വന്നു, ചേട്ടാ വെൽക്കം. എടി വായടി. നന്നായി ഒരെണ്ണം കൊടുത്തത്. മിണ്ടാതിരിക്കടി. ആരതി, നീ ആള് സുന്ദരിയായിട്ടുണ്ടല്ലോ. കണ്ണു തട്ടാതെ നോക്കിക്കോ. ഇതാ, ഇന്ന് നിന്നെ ആരും കണ്ണുവെക്കണ്ട. ചേട്ടാ, ദൃഷ്ടിപ്പെട്ട് ആരെങ്കിലും തലയിൽ വെക്കോ? ഇവിടെ അല്ലേ വെക്കണ്ടേ? അതുപോട്ടെ ആദ്യ ചേച്ചി പറയേണ്ട ഡയലോഗ് ഒക്കെ ചേട്ടൻ എന്നാ പറയുന്നേ? ഈ കണക്കിന് എല്ലാരും കൂടി ദൃഷ്ടിപ്പെട്ട് വെച്ച് കഴിഞ്ഞാ ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പുതിയ പുതിയ പേരുകൾ എവിടെന്നെങ്കിലും കണ്ടുപിടിക്കുമല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര ഫേമസ് ആയത്. കഴുതേ കിടന്ന് ഒച്ച വെക്കാതെ. ആ, ഞങ്ങൾ ഇപ്പഴെത്തിയേ. ചേട്ടൻ വന്നു. വാ, നമുക്ക് പോയി തടയാം. അനിതി കൊച്ചെ, അഞ്ചി കൊച്ചെ, ഇതെന്താ ടോൾ ഗേറ്റാ? അല്ല ചേട്ടാ, നോ എൻട്രി ഗേറ്റ് ആണ്. ആക്ച്വലി ഞാൻ വന്നതേ ആർദിയെ കാണാൻ വേണ്ടിയല്ല, ചേട്ടനെ കാണിക്കാൻ വേണ്ടിയാ. ഹലോ ആരതി, യു ആർ ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. താങ്ക് യു ചേട്ടാ. ഇപ്പൊ ഇവിടെ ചേട്ടനും വേണമായിരുന്നു. എന്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, വർക്ക് വന്നില്ലേ. ഞാൻ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. എല്ലാരും അടിച്ചു പൊളിക്കുന്നില്ലേ? സിദ്ധാർത്ഥ്, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? അത് പിന്നെ ചേട്ടൻ ഇങ്ങോട്ട് കേറി വന്നതല്ലാതെ ഇവിടെ വേറെ ഒരു പ്രശ്നമില്ല. ഞാനിപ്പോ ചോദിക്കാതെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഇവരെ നിനക്ക് കാണാൻ പറ്റുമായിരുന്നു. വിക്രാന്ത്, ആ മുറിന്ന് പുറത്തു പോയേ. കല്യാണം ഉടനെ ഉണ്ടാവും. കല്യാണം കഴിയുന്നവരെ അവര് പറയുന്നത് നീ കേൾക്കണം. ആ ശരി ചേട്ടാ, ശരി. ഐ മിസ് യു ടു. ഓക്കെ ശരി ചേട്ടാ, കോൾ കട്ട് ചെയ്യട്ടെ? 1 സെക്കൻഡ്. എവിടെ? അമൂല്യെ കണ്ടില്ലല്ലോ. ദാറ്റ്സ് ഓക്കെ. ഞാൻ പിന്നെ വിളിക്കാം. യു ഓൾ ടേക്ക് കെയർ. ബൈ. ഞാൻ നാട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോന്നപ്പോ അവൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയേ. എന്നിട്ട് ഞാൻ ഇവിടെ എത്തിയപ്പോ നിങ്ങൾ എപ്പോഴാ എത്തിയേ, സേഫ് ആയിട്ട് തന്നെയാണോ എത്തിയേ എന്നൊരു വാക്ക്, ഒരു ഫോണും ഇല്ല, മെസ്സേജും ഇല്ല. സാർ ഇവിടുന്ന് പോയിട്ടേ 15 മണിക്കൂറാവുന്നു. 15 മണിക്കൂറിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം പോലും എന്നെ ഒന്നും ഓർത്തില്ല. അല്ല,
എത്തിന്ന് ഫോൺ വിളിച്ച് പറഞ്ഞെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? എപ്പോഴും ജോലി ജോലി എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ. ജോലിയുടെ തിരക്കിനിടയ്ക്ക് എന്നെ ചിലപ്പോ മറന്നുപോയി കാണും. അയ്യോ, ഏകവചനത്തിൽ എന്തെങ്കിലും പറഞ്ഞ അദ്ദേഹത്തിന് ഇഷ്ടാവില്ലെന്ന് നിനക്ക് അറിയില്ല അമൂല്യേ? പാവം, തിരക്കില് ചിലപ്പോ മറന്നുപോയതാവും. ഓ എന്റെ ദൈവമേ, വിളിക്കാന്ന് വിചാരിച്ചപ്പോഴേക്കും ഇങ്ങോട്ട് കോള് വന്നല്ലോ. ഹലോ മാഡം, ഞങ്ങൾ ഈ വിളിക്കുന്നത് കസ്റ്റമർ കെയറിൽ നിന്നാണ്. നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ എടുക്കാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറച്ച് തരാം. എടോ, തനിക്ക് ഈ സമയത്ത് വിളിക്കാൻ വേറെ ആരും കിട്ടിയില്ലേ? ഞാൻ എപ്പോഴെങ്കിലും തന്നെ വിളിച്ച എനിക്ക് ലോൺ വേണം, നീ ഫ്രീ ഉള്ളപ്പോ എന്നെ വിളിക്കുന്നു പറഞ്ഞായിരുന്നോ? സമയവും സന്ദർഭവും നോക്കത്തെ ഇങ്ങനെ വിളിക്കാൻ നാണമില്ലേ തനിക്ക്? വിളിച്ചത് വിളിച്ചു. ഇനി എങ്ങാനും തന്റെ കോൾ എന്റെ ഫോണിലേക്ക് എങ്ങാനും വന്നാ തന്റെ പേര് ഞാൻ കേസ് കൊടുക്കും. ഒന്ന് വെച്ചിട്ട് പോടോ. എടോ, ഒന്ന് നിക്കടോ. എനിക്ക് പറയാം ഞാൻ സെന്ററിലാ നിക്കുന്നേന്ന്. ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് പൊക്കോളാം. नारायणाय विद्महे वासुदेवाय धीमहि तन्नो विष्णु प्रचोदयात् महालक्ष्मी च विद्महे विष्णुपत्नी च धीमहि ഇതൊക്കെ എന്തിനാ ഞാൻ കാണുന്നേ? ഇതുവരെ ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. അതിനു മുമ്പ് ഇൻവിറ്റേഷൻ അടിച്ചോണ്ട് വന്നല്ലോ. ഡേറ്റ് ഒന്നും ഇല്ലാതെ വേറെ ഇൻവിറ്റേഷൻ. ആ, പണക്കാരൊക്കെ ഇങ്ങനെ ആയിരിക്കും. അടുത്തു വരുന്ന മലയാള മാസം 20-ാം തീയതി നല്ലൊരു മുഹൂർത്തം കാണുന്നുണ്ട്. ഇരുവരുടെ നാള് പ്രകാരം നല്ലൊരു തീയതിയാണത്. ആ മുഹൂർത്തത്തിൽ കല്യാണം നടന്ന വളരെ അത്യുത്തമമാണ്. രണ്ടു കുടുംബക്കാർക്കും ഈ തീയതിയിൽ കല്യാണം നടത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നപ്പോ അവളൊക്കെ തകർന്നു പോയതുപോലെ എനിക്ക് തോന്നിയത്. ഫീലായോ ഒക്കെ? അതോ ഇതൊക്കെ എന്റെ ഇമാജിനേഷൻ ആണോ? വാട്ട് എവർ, അവളൊരു പാവമാണ്. എക്സ്ക്യൂസ് മീ, യു ആർ വേദാന്ത് മേനോൻ. അവളെ പറ്റി ഓരോന്ന് ആലോചിച്ച് നിൽക്കാൻ നിനക്ക് നാണമില്ലടാ? ഇല്ല, ഇന്ന് വരെ ഒരു പെൺകുട്ടിയെ പറ്റി ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അമൂല്യോട് മാത്രമായിരുന്നു. എനിക്ക് അവളെ വിളിക്കണം. വീണ്ടും ഏതെങ്കിലും ബാങ്കിന് ക്രെഡിറ്റ് കാർഡ് വേണോന്ന് ചോദിച്ച് വിളിക്കുന്നതായിരിക്കും. ദിവസം ഒരു 4 പ്രാവശ്യമെങ്കിലും കോള് വരും ക്രെഡിറ്റ് കാർഡ് വേണോന്ന് ചോദിച്ച്. ക്രെഡിറ്റ് കാർഡ് വേണോ, പേഴ്സണൽ ലോൺ വേണോ, പുതിയതായിട്ട് ഒരു ലേ ഔട്ട് തുടങ്ങിയിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് സ്ഥലം വേണോ, അത് വേണോ, ഇത് വേണോ, അങ്ങനെ 100 കോളാ വരുന്നത്. ഇനി എങ്ങനെ ഞാൻ ആ കോൾ എടുത്തോ അവൻ എന്റെ ചെവി അങ്ങ് തിന്നു തീർക്കും. കോൾ എടുക്കണ്ട മൂല്യ, കോൾ എടുക്കണ്ട. ഇവളെന്താ എന്റെ കോൾ എടുക്കാത്തെ? എപ്പോഴൊക്കെ അവളുടെ സ്നേഹം തോന്നിയിട്ടുണ്ടോ അപ്പോഴൊക്കെ എങ്ങനെയാ റെസ്പോൺസ്? ഡാം ഇറ്റ്. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ ദിവസം ആവുമ്പോ അധികം ദിവസം താമസവും വരില്ല. വളരെ പെട്ടെന്നായിന്ന് ഒരു തോന്നലും ഉണ്ടാവില്ല. അപ്പോ ഈ ദിവസം തീരുമാനിക്കാലോ അല്ലേ? അയ്യോ, എല്ലാരും സമ്മതിച്ചു കഴിഞ്ഞല്ലോ. ഫിക്സ് ചെയ്തോ? ഓക്കെ.
ഭയങ്കര ധൃതിയാണല്ലോ. नारायणाय विद्महे वासुदेवाय धीमहि तन्नो विष्णु प्रचोदयात् महालक्ष्मी च विद्महे विष्णुपत्नी च धीमहि तन्नो लक्ष्मी प्रचोदयात् गणानां गणपतिगं हवामहे कविं कवीनाभवत्सवस्तवम् केसराजं ब्रह्मणां ब्रह्मणस्वधमानस्तपन्नो दिव्यसीदसादनम् അടുത്ത മാസം 29-ാം തീയതി കുങ്കുമ സൗഭാഗ്യം ലഭിക്കാൻ പോകുന്ന ആരതിക്കും ചിരഞ്ജീവി വിക്രാന്ത് മേനോനും വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. Congrats, Vikrant. All the best. Missing you too. We'll be home soon. Lots of love. Convey my wishes to Arati as well. പ്രമേളെ, എല്ലാം ഭംഗിയായിട്ട് നടന്നു. കാര്യങ്ങളൊക്കെ എത്ര ഭംഗിയായി നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ലേ. എന്റെ ദൈവമേ, എനിക്കിപ്പോഴാ ഒന്ന് സമാധാനമായത്. എന്തെങ്കിലും തടസ്സം വരുമോന്ന് എനിക്ക് മനസ്സിന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ആദ്യമൊക്കെ നിങ്ങളുടെ വീട്ടിൽ വെച്ചാണോ ഈ ഫംഗ്ഷൻ നടത്തേണ്ടതെന്ന് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് ചിരി വരുമായിരുന്നു. എന്തായാലും എല്ലാം ഭംഗിയായിട്ട് നടന്നു. നിങ്ങളുടെ അടുത്തുനിന്ന് ഈ വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ വലിയ സർട്ടിഫിക്കറ്റാ. ഒത്തിരി സന്തോഷമായി. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ആദ്യ സമയത്തൊക്കെ നിങ്ങളോട് ഞാൻ വളരെ റൂഡായിട്ട് പെരുമാറിയിട്ടുണ്ട്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബട്ട് ഐ എം റിയലി സോറി. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, എന്തിനാ അതിനെപ്പറ്റി പറയുന്നേ? എന്ത് ചെയ്യാനാ, ഞങ്ങളുടേതൊരു റിച്ച് ഫാമിലി അല്ലേ. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കുക. പക്ഷേ വീട്ടമ്മയായ ഞാനതൊക്കെ ശ്രദ്ധിക്കണ്ടേ? നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും 100 പ്രാവശ്യം ആലോചിച്ചാലും മതിയാവില്ല. ആദ്യം ഉള്ളതുപോലെ തന്നെ വീണ്ടും എല്ലാ കാര്യങ്ങളും ഉണ്ടാകണം. നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചതിൽ യാതൊരു തെറ്റുമില്ല. അതൊക്കെ വിട്. നിങ്ങൾ ഇത്ര സന്തോഷത്തോടുകൂടി സംസാരിക്കുന്ന കാണുമ്പോൾ എന്റെ മനസ്സിന് ഒത്തിരി സന്തോഷം തോന്നുന്നു. എന്തായാലും എല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. മനസ്സിനുണ്ടായിരുന്ന ടെൻഷനെല്ലാം നിങ്ങളുടെ വാക്കുകൊണ്ട് പോയി. എന്റെ മകള് കയറി ചെല്ലുന്ന വീടിനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്കിപ്പോ യാതൊരു ടെൻഷനും ഇല്ല. എല്ലാരും ഒന്ന് വരൂ. എല്ലാവർക്കും സന്തോഷമായല്ലോ. ഈ ഒരു സന്ദർഭത്തിൽ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. പറയട്ടെ? ഇനി എന്തു പറയാനവര്? ഇനി നടന്നതിൽ വലിയ പ്രശ്നമുണ്ടോ എന്തോ? എന്താ ഇങ്ങനെ പറയുന്നേ? എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലേ സുഹാസിനി? ആരും എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറയണോ വേണ്ടയോ? അയ്യോ, നിങ്ങൾ സംസാരിച്ചോളൂ. എന്റെ അമ്മ പറയുന്ന പോലെ പ്രമേള, നിങ്ങളുടെ മകൾ ഒരു സംസ്കാരമുള്ള കുട്ടി തന്നെ. ഞാനത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് തോന്നി. അപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. 4 പെൺകുട്ടികളുള്ള ഒരമ്മയ്ക്ക് വേറെ എന്തു കൊടുക്കാൻ പറ്റും? അതുകൊണ്ട് ഞങ്ങളുടെ മൈസൂർ ബ്രാഞ്ചിലെ മാനേജർ ഭാർഗവിനെ നിങ്ങളുടെ 2ാമത്തെ മകൾ അമൂല്യയ്ക്ക് വേണ്ടി കല്യാണം ആലോചിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു.
ഭാർഗവ്